പലപ്പോഴും ജീവിതത്തിലെ വലിയ വിജയങ്ങളും ബിസിനസ്സിലെ വലിയ വിജയങ്ങളും ചെറുതായി പോകുന്നത് നമ്മൾ കൂടെയുള്ള മറ്റുള്ളവരെ കൂടി ഉയർത്താൻ ശ്രമിക്കാതെ വരുമ്പോഴാണ്. ചരിത്രത്തിൽ ഒരു വലിയ കഥ ഇതിന് ഉദാഹരണമായി കിടക്കുന്നുണ്ട്. സ്റ്റീവ് ഓസ്നിയാക്കും സ്റ്റീവ് ജോബ്സും ആണല്ലോ ആപ്പിളിൻ്റെ ഫൗണ്ടേഴ്സ്. 1980-കളിലാണെന്ന് തോന്നുന്നു ആപ്പിൾ പബ്ലിക് ലിമിറ്റഡായി മാറുന്ന സമയത്ത് അതിൽ ജീവനക്കാർക്ക് സ്റ്റോക്ക് ഓപ്ഷൻ കൊടുക്കുകയുണ്ടായി. അപ്പോൾ സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു തീരുമാനം, അദ്ദേഹത്തോടുള്ള മുഴുവൻ റെസ്പെക്റ്റും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, സ്റ്റീവ് ജോബ്സിൻ്റെ തീരുമാനം പിരിഞ്ഞുപോയ പഴയ എംപ്ലോയീസിനെ ആരെയും അതിൽ കൂട്ടുണ്ടായിരുന്നുള്ളായിരുന്നു. സ്റ്റീവ് ഓസ്നിയാക്ക് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ലഭിച്ച ഓഹരികളിൽ നിന്നും ഏകദേശം 10 മില്യണോളം വരുന്ന വാല്യൂവിനുള്ള ഓഹരികൾ പിരിഞ്ഞുപോയ പഴയ എംപ്ലോയീസിന് കൊടുക്കാൻ തീരുമാനിച്ചു. ഏകദേശം 80ഓളം പേർക്കാണ് അതിന് ബെനിഫിറ്റ് ലഭിച്ചത്. പിന്നീട് ആപ്പിളിൻ്റെ വാല്യൂ വല്ലാണ്ട് ഉയർന്നപ്പോൾ ഈ തൊഴിലാളികൾക്കെല്ലാം തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് 10 മടങ്ങായിട്ട് പിന്നീട് ലഭിച്ചു. സ്റ്റീവ് ഓസ്നിയാക്ക് കാണിച്ച ഈ വലിയ മഹത്തരമായിട്ടുള്ള ഒരു മനോഭാവം, ആ പ്രവർത്തനം, അത് നമ്മെ ഓർമ്മപ്പെടുന്നത് വിജയം എന്ന് പറയുന്നത് പലപ്പോഴും വലുതാകുന്നത്, അല്ലെങ്കിൽ അതിന് യഥാർത്ഥത്തിലുള്ള വലിപ്പത്തെക്കാട്ടിലും വലിപ്പം ലഭിക്കുന്നത് മറ്റുള്ളവരെ കൂടി നമ്മൾ കൂടെ ഉയർത്താനായിട്ട് ശ്രമിക്കുമ്പോഴാണ്. നമ്മൾ ആരെങ്കിലുമൊക്കെ തഴയുമ്പോൾ, ആരെങ്കിലുമൊക്കെ ഒഴിവാക്കുമ്പോൾ ആ വിജയത്തിൻ്റെ വലിപ്പം ചെറുതായി പോവുകയുള്ളൂ.